മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. കാത്തിരിപ്പ്. യെസ്, നമ്മള് അരവിന്ദിന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാത്തിരിപ്പിനെ കുറിച്ചൊരു നല്ല മനോഹരമായ ഡയലോഗ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അത് വളരെ കറക്റ്റ് ആയ ഒരു കാര്യമാണ് അല്ലേ? താനൊരിക്കൽ പറഞ്ഞില്ലേ, നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാത്തിരിപ്പാണെന്ന്. കാത്തിരിപ്പിനേക്കാളും വേദന ഉണ്ടാവുന്നത് അത് അവസാനിക്കുമ്പോഴാണ്. അപ്പൊ ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും പലതിനു വേണ്ടിയും കാത്തിരുന്നിട്ടുണ്ട്. വളരെ കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ പലതിനു വേണ്ടിയും കാത്തിരുന്നവരാണ് അല്ലെ? ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആയിരിക്കും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. പക്ഷേ ആ കാത്തിരുന്നത് എന്താണോ അത് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കാത്തിരിപ്പ് അവിടെ ഇല്ല എന്നറിയുമ്പോഴുള്ള വിഷമമുണ്ട്. അത് ഏറ്റവും അധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ എന്നും ഓരോ ദിവസവും രാവിലെ ഉറക്കം എണീക്കുന്നത്, പുതിയ പ്രഭാതം നമ്മൾ വരവേൽക്കുന്നത് ആ ചിന്തയോടുകൂടെയാണ് അല്ലെ? ഇന്ന ദിവസം ആ വ്യക്തിയെ കാണാൻ സാധിക്കും. ഇപ്പൊ എനിവൺ എന്തോ ആവട്ടെ, ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പുറം രാജ്യത്തേക്ക് ജോലിക്ക് പോയവരാവട്ടെ, പഠിക്കാൻ പോയവരാവട്ടെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ആദ്യമായിട്ട് കാണുന്ന കാര്യമായിട്ട് എന്തുമാകട്ടെ. സോ ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഓരോ ദിവസവും നമ്മൾ രാവിലെ മുതൽ ഇങ്ങനെ കണക്ക് കൂട്ടും. ഇനി ഇത്ര ദിവസം, അല്ലെങ്കിൽ അന്ന് കാണാം, ഇന്ന് കാണാം, എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന ചിന്തയും നമ്മളിലേക്ക് ഉണ്ട്. കറക്റ്റല്ലേ? സോ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം അതങ്ങോട്ട് യാഥാർത്ഥ്യമാവുകയാണ്. ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ആ കാത്തിരിപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കേ, അതിന്റെ സുഖം അങ്ങോട്ട് തീരുവാണ്. പിന്നെ കാത്തിരിപ്പില്ല, അതൊരു വേദനയായിട്ട് മനസ്സിലുണ്ടാവും. കറക്റ്റല്ലേ? വളരെ മനോഹരമായിട്ട് അരവിന്ദിന്റെ അതിഥികളിലെ ആ ഡയലോഗ് അതവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കറക്റ്റല്ലേ? നിഖില വിമലും വിനീത് ശ്രീനിവാസനും തമ്മിലുള്ള ഡയലോഗ് വളരെ മനോഹരമായ ഒരു സിനിമയാണ് അരവിന്ദിന്റെ അതിഥികള്. അതിൽ വിനീതിന്റെ കഥാപാത്രവും എടുത്തു പറയേണ്ട കഥാപാത്രമാണ്. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അല്ലെ? അതങ്ങോട്ട് അവസാനിക്കുമ്പോൾ പിന്നെ എന്തിനു വേണ്ടി ഡെയിലി നമ്മുടെ ഓരോ ദിവസവും പിന്നെ വെറും വട്ടപൂജ്യമായി പോകും. നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് ഒരു ദിവസം അവസാനിച്ചാൽ പിന്നെ ചിലപ്പോൾ നമ്മുടെ ബാക്കി വരുന്ന ദിവസങ്ങൾ വെറും ശൂന്യമായിരിക്കും. സോ ഇന്നത്തെ മധുര നാരങ്ങ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇനി നാളത്തേക്ക് വേണ്ടി കാത്തിരിക്കുമല്ലോ അല്ലെ? മധുര നാരങ്ങയുടെ മറ്റൊരു എപ്പിസോഡിനായിട്ട് തൽക്കാലം നിങ്ങളോട് ശുഭരാത്രിയും സുഖനിദ്രയും പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ് വിത്ത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.